കന്നിരാശി. ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഇവിടെ വ്യാഴൻ 9-ൽ നിൽക്കുന്ന ഒരു സമയമാണ്. വ്യാഴൻ 4-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും അധിപതിയാണ്. അതേപോലെ തന്നെ ഇവരുടെ 11-ാം ഭാവത്തിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്ന് പറയുന്നു. ഉച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിന് പൂർണ്ണ ഫലം കിട്ടുന്നത് തന്നെയാണ് ഉച്ചം എന്ന് പറയുക. 60 ഡിഗ്രി ഫലം ഉള്ളതുകൊണ്ടാണ് ഉച്ചം എന്ന് നമ്മൾ പറയുന്നത്. വ്യാഴം 9-ാം ഭാവത്തിലേക്ക് കടക്കുകയും ആത്മീയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുക. മറ്റ് മേഖലകളിൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ പോരാട്ട വീര്യത്തെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടി കാണുന്നത്. നിങ്ങളുടെ ഭാഗ്യം മാറി മറിയുകയും നല്ല പുരോഗതി ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ ഭാഗ്യക്കുറി അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ എന്താ പറയുക നറുക്കെടുപ്പ് ഇതിലൊക്കെ നല്ല വിജയം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടി നിങ്ങൾക്ക് പറയാം. ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും യോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് ദീർഘയാത്രകളിലൂടെ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ് എന്ന് പറയുന്നു. വ്യാഴ സംക്രമണത്തിലൂടെ നിങ്ങളുടെ വ്യക്തിത്വവും പേരും പ്രശസ്തിയും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ എല്ലാ ദിശകളിൽ നിന്നും നിങ്ങൾക്ക് ശക്തിപ്പെടുത്തി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അത് എല്ലാ ദിശയും എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടും സന്താനപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നല്ല ഒരു മുന്നേറ്റങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പറയുക. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ സംക്രമണം മികച്ച അവസരം നൽകുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വലിയ അവാർഡുകളും ഉയർന്ന സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ പറയുകയാണെങ്കിൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ 4 എന്ന് പറയുമ്പോൾ തന്നെ വീട് വയ്ക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. തടസ്സങ്ങളൊന്നുമില്ല, വളരെ അനുകൂലമാണ്. വീട് പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗൃഹപ്രവേശനത്തിനും സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് പറയാം. വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ആഗ്രഹിച്ച ആളുമായി വിവാഹത്തിനുള്ള യോഗങ്ങൾ കൂടി നമുക്ക് പറയാം. വിദേശ യോഗത്തിനുള്ള സമയം കൂടിയും കാണുന്നുണ്ട്. വിദേശവാസത്തിനുള്ള സമയം കൂടി അനുകൂലമാണ് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടത്. രാഹു കേന്ദ്രസ്ഥനായിട്ടുണ്ട്. എങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സമയം തന്നെ എന്ന് പറയുന്നു. 9-ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പിതൃക്കൾ പൂർവികരുടെ അനുഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാം. പൊതുവെ നമുക്ക് നല്ല ഒരു ഗുണങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടി ആണ് ഈ ഒരു കാലഘട്ടം. ഇന്ന് തന്നെ നല്ലൊരു സമയമാണ്. 9-ൽ വ്യാഴൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11-ാം ഭാവത്തിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഗ്രഹം കൂടി 9-ൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ സർവാഭിഷ്ടങ്ങളാണ് പറയാം. ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും. കാർഷിക മേഖലയിലുള്ള അഭിവൃദ്ധികൾ ഐശ്വര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന വിഷമതകൾ മാറിക്കിട്ടും. വിവാഹാലോചനകൾ ഉറപ്പിക്കാൻ പറ്റും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഉപദ്രവങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. ഗവൺമെൻറ്റുമായുള്ള കാര്യസാധ്യങ്ങൾ കാലതാമസങ്ങൾ കുറഞ്ഞു കിട്ടും. പണം തിരികെ ലഭിക്കാനുള്ളത് ഉടനെ കിട്ടും. കലഹങ്ങൾ മൂലം പിരിഞ്ഞു നിന്ന് ബന്ധുക്കൾ ഒന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ നേതൃത്വ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അധികാര സ്ഥാപനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായിട്ടുള്ള പിതൃതുല്യരുമായിട്ടുള്ള കലഹങ്ങൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ ദാനശീലം കൂടും. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പേടിക്കേണ്ടത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും വളരെ നല്ല ഒരു അനുകൂലമായ സാധ്യതകൾ കാണുന്നു. ഉപാസനകൾക്കൊക്കെ നല്ല അനുകൂലമായ ദൈവ കടാക്ഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. തർക്കപരമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന ഉൽപ്പാദനത്തിനുള്ള ചികിത്സകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വലിയ താല്പര്യങ്ങൾ എടുത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും. പാപകർമ്മങ്ങളിൽ താല്പര്യങ്ങൾ കുറഞ്ഞു വരിക. പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ എന്ന് പറയാം. പുതിയ സംരംഭങ്ങളൊക്കെ വിജയിച്ച് അതിലൂടെ പേരും പ്രശസ്തിയും കീർത്തിയും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അതേപോലെ കുലദൈവത്തെ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. സന്ധ്യാ നേരങ്ങളിൽ പ്രാർത്ഥന, സന്ധ്യാനാമങ്ങൾ, ജപങ്ങൾ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.